നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മെത്രാപ്പൊലീത്തമാർക്കെതിരെ മോശം പരാമർശം. മന്ത്രി സജി ചെറിയാൻ മാപ്പു പറയണമെന്ന് മോൻസ് ജോസഫ് MLA. സാംസ്കാരിക മന്ത്രി സംസ്കാരമില്ലാത്ത പ്രസ്താവന നടത്തിയെന്നും മോൻസ്. തിരുവാർപ്പ് അംബേദ്കർ കോളനിയിൽ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ നടപ്പാലം. ഗർഡറുകളിൽ വാർക്കത്തകിട് കെട്ടിവെച്ച് പാലം പണിതു. വീബോർഡ് തകർന്നു വീണ് സമീപവാസിക്ക് പരിക്ക്. വാഴൂർ വെട്ടിക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവം. വെള്ളിയാഴ്ച വരെ ഉത്സവ ബലി ചടങ്ങുകൾ. ഞായറാഴ്ച ആറാട്ടുത്സവം. വാർത്തകൾ വിശദമായി. സഭാപിതാക്കന്മാർക്കെതിരെ മോശം പരാമർശം നടത്തിയ മന്ത്രി സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA. മതേതരത്വത്തെ എക്കാലവും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ് സഭാപിതാക്കന്മാർ. അവരെ അപമാനിച്ച മന്ത്രി തന്റെ സ്ഥാനത്തിന് ചേരാത്ത പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളതെന്നും കേരളം ഒട്ടാകെ ഇതിനെതിരെ നിലപാടെടുക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. കേരളത്തിലെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ, സഭയുടെ പിതാക്കന്മാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള സഭാപിതാക്കന്മാരാണ്. അവരെ അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവന സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി നടത്തിയെന്ന് പറയുന്നത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് ചേർന്ന പദപ്രയോഗമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പ്രസംഗത്തിലൂടെ അദ്ദേഹം നടത്തിയിരിക്കുന്നത് വിവാദപരം എന്നത് മാത്രമല്ല, അദ്ദേഹം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അപമാനിച്ചുകൊണ്ട് വളരെ മോശമായ നിലയിൽ പ്രതികരണം നടത്തി എന്നുള്ളത് നിർഭാഗ്യകരമാണ്. സജി ചെറിയാൻ നടത്തിയിരിക്കുന്ന മന്ത്രി എന്ന സ്ഥാനത്തിന് ചേരാത്ത വിധത്തിലും അതിനെ കളങ്കപ്പെടുത്തുന്ന വിധത്തിലും അദ്ദേഹം നടത്തിയ പ്രസ്താവന അദ്ദേഹം എത്രയും പെട്ടെന്ന് അത് പരസ്യമായി പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാൻ സജി ചെറിയാൻ തയ്യാറാണ്. തിരുവാർപ്പ് പഞ്ചായത്തിലെ അംബേദ്കർ കോളനിയിൽ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത നടപ്പാലം പണിതു. പാലത്തിൽ നടക്കാനായി വാർക്കത്തകിടാണ് കെട്ടിവെച്ചിരിക്കുന്നത്. പാലത്തിലെ വീബോർഡ് തകർന്നു വീണ് പ്രദേശവാസിയായ യാത്രക്കാരന്റെ കൈയൊടിഞ്ഞു. തിരുവാർപ്പ് പഞ്ചായത്ത് 16-ാം വാർഡിലെ അംബേദ്കർ കോളനിയിലാണ് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ നടപ്പാലം സ്ഥാപിച്ചിരിക്കുന്നത്. അംബേദ്കർ കോളനി റോഡിന് സമീപം കേളക്കേരി തോടിന് കുറുകെയാണ് വിചിത്രമായ ഈ പാലം. 2 മാസത്തോളം 2 കൈവരികളും വശങ്ങളിലെ 2 ഗർഡറുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. കൈവരികളിൽ പിടിച്ചും വശങ്ങളിലെ ഇരുമ്പ് ഗർഡറുകളിൽ ചവിട്ടിയും സാഹസികമായിട്ടായിരുന്നു നാട്ടുകാരുടെ യാത്ര. ഇന്നലെ രാവിലെ കരാറുകാരൻ പാലത്തിൽ തകിടിന് പകരം വീബോർഡ് സ്ഥാപിച്ചു. എന്നാൽ വീബോർഡിൽ ചവിട്ടി നടന്ന പ്രദേശവാസിയായ മണിയൻ ബോർഡ് തകർന്ന് തോട്ടിൽ വീഴുകയും കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എൻ്റെ വീടതാ, ഞങ്ങളിത് വാടകയ്ക്ക. ഞാൻ വീട്ടിൽ നിന്ന് നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 11:30 ഉച്ചയ്ക്ക് മുമ്പ്. അന്നേരം അവിടെ താഴോട്ട് ഞാൻ കയറോട്ട് പോരുവോ, പൊട്ടി വീഴുവോ. അതിനാ ഈ പാലത്തിനടിയിൽ മറ്റേ സെപ്പറേറ്റ് ഇതൊന്നുമില്ലേ, സപ്പോർട്ടിങ് കമ്പിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. നിലവിൽ എത്തിയിരിക്കുന്നത് കോൺക്രീറ്റ് ആണോ അതോ ബോർഡാണോ? ഇത് പൊക്കത്തിട്ടേക്കുന്നത് ബോർഡായിട്ടേക്കുന്നല്ലേ? അപ്പൊ അത് കയറുമ്പോൾ തന്നെ പൊട്ടി താന്നു പോവുകയായിരുന്നു. ചേട്ടന്റെ നിലവിൽ എന്തൊക്കെയാണ് കൈക്ക് സംഭവിച്ചത്? ഓരോ ഇറങ്ങിപ്പോ അല്ലേ? ഇപ്പൊ എന്താ ഈ ബെൽറ്റ് ചതവുണ്ടല്ലേ? ബെൽറ്റ് ഇട്ടുകൊണ്ട് ഇരിക്കാൻ തന്നെയാണോ പറഞ്ഞേക്കുന്നത് ഹോസ്പിറ്റലിൽ? 3 മാസം ഇട്ടുകൊണ്ടിരിക്കണം അല്ലേ? വീബോർഡിന് മുകളിൽ വാർക്കത്തകിട് ഇട്ടിരിക്കുകയാണ്. പുതിയ തകിടുകൾ ബലമായി ഉറപ്പിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആക്ഷേപിക്കുന്നു. അവരൊരു 3 മാസത്തിന് മുന്നായിട്ട് ഇതിൻ്റെ ഫ്രെയിം അടിച്ചിട്ട് 2 കേഡറൊക്കെ വെച്ചിട്ട് ഫ്രെയിം അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ടും നാട്ടുകാർക്ക് കയറി ഇറങ്ങി പോകാൻ 2 തടിപ്പാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ക്രിസ്മസിനടുത്ത് വന്നപ്പോൾ അത് ദ്രവിച്ച് ജീർണിച്ച് ഒടിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ മെമ്പറും ഈ കരാറുകാരനും കൂടെ വന്നിട്ട് ഈ ജിപ്സം ബോർഡ് ടൈപ്പിലുള്ള ബോർഡ് അതുകൊണ്ട് ഇവിടത്തെ കൊണ്ടിട്ട് അത് ഇട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല കയറി നടന്നോളാൻ പറഞ്ഞ്. അതിന് പ്രകാരം ഈ മണിയൻ എന്ന് പറയുന്ന വ്യക്തി അവിടത്തെ കയറുകയും അന്നേരം തന്നെ അത് വട്ടം ഒടിഞ്ഞ് നേരെ താഴോട്ട് പോയി. നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും താഴെ ഇഷ്ടം പോലെ കല്ലും കാര്യങ്ങളും ഒക്കെ കിടക്കുകയാണ്. ആ കല്ലിൽ ചെന്ന് ഇടിച്ച് പുള്ളിയുടെ ഷോൾഡർ ഇറങ്ങിപ്പോയി. കൈയുടെ മുട്ടിന് ചതവുണ്ട്, അവിടെ മുറിഞ്ഞിട്ടുണ്ട്. വശങ്ങളിലെ ഗർഡറുകളിൽ നൂൽക്കമ്പി ഉപയോഗിച്ചാണ് തകിട് കെട്ടിവെച്ചിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന നടപ്പാലം കൽക്കെട്ട് ഇടിഞ്ഞ് തകർന്നതോടെയാണ് പുതിയ നടപ്പാലം ഇത്തരത്തിൽ പണിതു വെച്ചിരിക്കുന്നത്. അടിയന്തരമായി ഉറപ്പുള്ള നടപ്പാലം പണിതു തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാഴൂർ വെട്ടിക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവം 3 ദിവസം പിന്നിട്ടു. രാവിലെ നടന്ന ഉത്സവബലി ദർശനത്തിൽ നിരവധി ഭക്തർ പങ്കാളികളായി. വാഴൂർ വെട്ടിക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവം 3 ദിവസം പിന്നിട്ടു. രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഉത്സവബലി വഴിപാട് നടന്നു. തുടർന്ന് നടന്ന ഉത്സവബലി ദർശനത്തിൽ 100കണക്കിന് ഭക്തർ പങ്കെടുത്തു. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലും പകൽ ഉത്സവബലി ചടങ്ങുകൾ നടക്കും. ശനിയാഴ്ചയാണ് പള്ളിവേട്ട, ഞായറാഴ്ചയാണ് ആറാട്ട് ദിനം. ഞായറാഴ്ച രാവിലെ 9:15 ആറാട്ടിന്
ദേവൻ ചിറക്കടവ് മഹാദേവ ക്ഷേത്രച്ചിറയിലേക്ക് പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ആറാട്ട്. രാത്രി 7 മണിക്ക് ആറാട്ട് എതിരേൽപ്പിനും ചടങ്ങുകൾക്കും ശേഷം കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജനങ്ങൾക്ക് സബ്സിഡി അരി പോലും സംസ്ഥാന സർക്കാർ നൽകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിൽ പ്രതിഷേധിച്ച് UDF-ന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് നടത്തിയ കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ UDF-ന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. ജനങ്ങൾക്ക് സബ്സിഡിയിൽ അരിയും പലവ്യഞ്ജനങ്ങളും നൽകാൻ പോലും സാധിക്കാത്ത സർക്കാരാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് എന്ന പേരിൽ വൻ ധൂർത്ത് നടത്തിയതെന്ന് കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ ദാസ്യത റബ്ബർ എന്ന് പറയാൻ 6000 പറയാൻ പോലും കോട്ടയത്തെ എന്തിനാ സമ്മതിച്ചില്ല. അന്ന് പറയാതല്ല ഇവിടെ വന്നത്. പിന്നെ എന്തിനാ വന്നത്? നാട്ടുകാരുടെ ചെലവിൽ. പിന്നെ എന്ത് കാര്യത്തിനാ വന്നത്? ആരെ കാണിക്കാനാണ് വന്നത്? ഞങ്ങൾക്കെതിരെ പറയാനോ? എനിക്ക് മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം, വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയർ ചോദ്യമാണ്. നിങ്ങൾ ഈ ആർഭാട സദസ്സ് നടത്തി, ഈ അശ്ലീല നാടകം നടത്തി, കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാളുടെ കണ്ണീരൊപ്പാൻ, അവരുടെ സങ്കടം മാറ്റാൻ, അവരുടെ ദുഃഖം അകറ്റാൻ ഒരാളുടെ നിങ്ങൾക്ക് കഴിയും? അത് ചോദ്യം. മറുപടി പറയണം മുഖ്യമന്ത്രി. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തിയതിനാണ് മന്ത്രി വി.എൻ. വാസവന് തുറമുഖ വകുപ്പിന്റെ ചുമതല പിണറായി വിജയൻ സമ്മാനിച്ചതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ N.K. പ്രേമചന്ദ്രൻ MP പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷനായി. ആന്റോ ആന്റണി MP, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ്, മോൻസ് ജോസഫ് MLA, UDF ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ്, ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ, JSS സംസ്ഥാന സെക്രട്ടറി രാജൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കറുകച്ചാൽ തൊണ്ണശ്ശേരിയിൽ ബൈക്കിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പത്തനംതിട്ട വെണ്ണിക്കുളം പടുതോട് മേച്ചേരി വീട്ടിൽ സജിയുടെ മകൻ അതുലാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 7:45 അപകടം. അതുൽ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ എതിരെ എത്തിയ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിക്ക് അടിയിലേക്കാണ് അതുൽ വീണത്. കർമ്മം കൊണ്ട് മഹാനായ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭനെന്ന് തെന്നല ബാലകൃഷ്ണപിള്ള. പെരുന്നയിൽ മന്നം ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 147ാമത് ജയന്തി ആഘോഷിച്ചു. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ട് മഹാനായ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭനെന്ന് മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള പറഞ്ഞു. നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും അതിന്റെ പേരിൽ വ്യക്തിപരമായി തനിക്ക് എന്ത് സംഭവിച്ചാലും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യാത്ത ആളായിരുന്നു അദ്ദേഹം. ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും ഉള്ള നേതാവായിരുന്നു മന്നത്ത് പത്മനാഭൻ. ചിലർക്ക് ജന്മം കൊണ്ട് മഹത്വം ലഭിക്കും. അതുകൊണ്ട് തന്നെ തന്റെ കർമ്മം കൊണ്ട് മഹത്വം നേടിയെടുക്കുകയാണ് മന്നമെന്നും അദ്ദേഹം പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച C. രാധാകൃഷ്ണന് 5 പവന്റെ സ്വർണമാലയും സമ്മാനമായി NSS നൽകി. മന്ത്രി KB ഗണേഷ് കുമാർ, N.K. പ്രേമചന്ദ്രൻ MP, NSS ട്രഷറർ NP അയ്യപ്പൻ പിള്ള, വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ആ പ്രവർത്തനങ്ങൾ ഇതര സമുദായങ്ങൾക്ക് ഒരിക്കലും ക്ഷോഭകരമായി മാറില്ല എന്ന് സത്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മതനിരപേക്ഷ പ്രതിജ്ഞയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഘടന ഇന്ന് കേരളത്തിലുണ്ടോ എന്നുള്ളത് വിശദമായ വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതാണ്. ഇതെന്ന് 1914 ആ മതനിരപേക്ഷതയാണ് സത്യത്തിൽ നായർ സർവീസ് സൊസൈറ്റിയെ ഇന്നും ശക്തമായി നിലനിർത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിലെ ഭക്തജനത്തിരക്ക് കുറയ്ക്കുവാൻ ജനുവരി 10-ാം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു. 14-15 തീയതികളിൽ ശബരിമലയിൽ വലിയ ഭക്തജനത്തിരക്ക് ഉണ്ടാകുമെന്നതിനാൽ മാളികപ്പുറങ്ങളും കുട്ടികളും അന്നേ ദിവസം ശബരിമല ദർശനം ഒഴിവാക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്നും അധികൃതർ അഭിപ്രായപ്പെട്ടു.
ശബരിമലയിൽ ഭക്തജന തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അയ്യപ്പ ഭക്തർക്ക് ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് ജനുവരി 10 മുതൽ ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. സാധാരണഗതിയിൽ മകരവിളക്കിന് 3 നാൾ മുൻപ് തന്നെ ശബരിമല ദർശനത്തിനായി എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശിക്കുന്നതിനും തിരുവാഭരണ ദർശനത്തിനുമായി സന്നിധാനം വിട്ടിറങ്ങാതെ ശബരിമലയിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയാണ് പതിവ്. ഈ സ്ഥിതിയിൽ കൂടുതൽ അയ്യപ്പ ഭക്തർ ദർശനത്തിനായി മലകയറിയാൽ അത് അയ്യപ്പ ഭക്തരുടെ സുരക്ഷയെയും സുഗമമായ ദർശന സൗകര്യത്തെയും സാരമായി ബാധിക്കുമെന്ന് ബോർഡ് വിലയിരുത്തി. ഈ സാഹചര്യത്തിലാണ് ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സുരക്ഷിതമായി ദർശനം ഒരുക്കുന്നതിലേക്കായി ഈ മാസം 10 മുതൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു. 14 വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി 50,000 ആണ്. മകരവിളക്ക് ദിനമായ ജനുവരി 15 40,000 പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ശബരിമല അയ്യപ്പസ്വാമി ദർശനത്തിനായി എത്തിച്ചേരാൻ കഴിയുള്ളൂ. 14, 15 തീയതികളിൽ ശബരിമലയിൽ വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നതിനാൽ മാളികപ്പുറങ്ങളും കുട്ടികളും അന്നേ ദിവസങ്ങളിൽ ശബരിമല ദർശനം ഒഴിവാക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അഭ്യർത്ഥിച്ചു. 16 മുതൽ 20 വരെയുള്ള തീയതികളിൽ കൂടുതൽ ഭക്തർക്ക് ദർശനത്തിനായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ശബരിമല ദർശനത്തിനായി എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ടിക്കറ്റ് നിർബന്ധമാണെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, എരുമേലി. പാലാ കത്തീഡ്രലിൽ രാക്കുളി തിരുനാളിന് കൊടിയേറി. പ്രധാന തിരുനാൾ ദിനമായ ഈ മാസം 6 തിരുനാൾ പ്രദക്ഷിണവും പ്രസിദ്ധമായ മലയുന്തും നടക്കും. പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ രാക്കുളി തിരുനാളിന് കൊടിയേറി. കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസ് കാക്കലിൽ കൊടിയേറ്റി. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 തിരുസ്വരൂപ പ്രതിഷ്ഠ നടക്കും. 5 ടൗൺ കുരിശുപള്ളി നടയിൽ കുർബാന. 6 ടൗൺ കുരിശുപള്ളിയിൽ നിന്ന് പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് കത്തീഡ്രലിലേക്ക് പ്രദക്ഷിണം എന്നിവ നടക്കും. പ്രധാന തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെ 10 തിരുനാൾ കുർബാനയ്ക്ക് മാർ ജോസഫ് കലറങ്ങാട്ട് സന്ദേശം നൽകും. വൈകിട്ട് 4 കുർബാന. 5:15 തിരുനാൾ പ്രദക്ഷിണവും ചരിത്ര പ്രസിദ്ധമായ മലയുന്തും ശിശുവധ ആവിഷ്കാരവും 8:15 രാക്കുളി അനുസ്മരണവുമാണ് നടക്കുക. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ രാമപുരം മൂവാറ്റുപുഴ റോഡ് സംസ്ഥാന പാതയാക്കണമെന്ന യാത്രക്കാരുടെ ആവശ്യം അവഗണിക്കപ്പെടുന്നു. പൊതുമരാമത്ത് വകുപ്പിനും ജനപ്രതിനിധികൾക്കും നിവേദനം നൽകി മടുത്തിരിക്കുകയാണ് നാട്ടുകാർ. പാലായിൽ നിന്ന് കുറഞ്ഞ ദൂരത്തിൽ മൂവാറ്റുപുഴയിലെത്തുന്ന പാലാ രാമപുരം നീറന്താനം മാറിക ആരക്കുഴ മൂവാറ്റുപുഴ റോഡ് നവീകരിച്ച് സംസ്ഥാന പാതയായി പ്രഖ്യാപിക്കണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യം അവഗണിക്കുന്നു. നിലവിൽ ഗതാഗത സൗകര്യങ്ങളുള്ള പാലാ തൊടുപുഴ റോഡിലൂടെ മൂവാറ്റുപുഴയിലെത്താൻ 47 കിലോമീറ്റർ ദൂരമുണ്ട്. പാലായിൽ നിന്നും രാമപുരം നീറന്താനം മാറിക ആരക്കുഴ വഴി മൂവാറ്റുപുഴ എത്താൻ 34 കിലോമീറ്റർ മതി. മലബാർ, തൃശൂർ ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരിൽ വലിയൊരു വിഭാഗം മൂവാറ്റുപുഴ മാറിക രാമപുരം പാലാ റോഡിലൂടെയാണ് എരുമേലിയിലേക്ക് പോകുന്നത്. പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും സമയം ലാഭിക്കുന്നതിനായി പാലാ രാമപുരം നീറന്താനം മാറിക മൂവാറ്റുപുഴ വഴി എറണാകുളത്തേക്ക് പോകുന്നുണ്ട്. കനത്ത ചിലവില്ലാതെ നടപ്പിലാക്കാവുന്നതാണ് നിർദ്ദിഷ്ട റോഡ് പദ്ധതി. ഈ റോഡ് സംസ്ഥാന പാതയായി പ്രഖ്യാപിക്കണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ്. ഇത് സംബന്ധിച്ച് നാട്ടുകാർ നിരവധി തവണ പൊതുമരാമത്ത് അധികൃതർക്കും ജനപ്രതിനിധികൾക്കും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഇത് സംബന്ധിച്ച് മുൻകൈ എടുക്കാമെന്ന് നാട്ടുകാർക്ക് നിരവധി തവണ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ സർക്കാർ തലത്തിൽ കാര്യമായ നടപടികളില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പാലാ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ രാമപുരം നീറന്താനം മാറിക വഴി ഇപ്പോൾ പ്രധാനമന്ത്രി സഡക്ക് യോജന വഴി BMBC ടാർ ചെയ്ത് കിടക്കുന്ന റോഡ്, ആ പ്രദേശവാസികളുടെ ആവശ്യം അനുസരിച്ച് വർഷങ്ങളായി അവർ MLAയ്ക്കും മന്ത്രിമാർക്കും എല്ലാം നിവേദനം കൊടുത്തിട്ടും അതൊരു സംസ്ഥാന പാതയായിട്ട് പ്രഖ്യാപിക്കാനോ അതിനുവേണ്ട നടപടിക്രമങ്ങൾ നടത്തുവാനോ സംസ്ഥാന സർക്കാരും PWD ഒന്നും തയ്യാറാവാത്തതിൻ്റെ അവസ്ഥയിൽ ചിലയിടങ്ങളിൽ വളവുകൾ ഒഴിവാക്കി റോഡ് വീതി കൂട്ടേണ്ടി വരും. എന്നാൽ നിലവിൽ ഗ്രാമീണ മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ വശങ്ങളിൽ സ്ഥലം ഏറ്റെടുക്കുന്നത് ചുരുങ്ങിയ ചിലവിൽ നടത്താൻ സാധിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. സംസ്ഥാന പാതയായി പ്രഖ്യാപിച്ച് നവീകരിച്ചാൽ MC റോഡിന് ബദലായി ഉപയോഗിക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: ചേനപ്പാടി RV ഗവൺമെന്റ് VHSS സ്കൂളിൽ ഇംഗ്ലീഷ് HST തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 4 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനായി എത്തണം. കേട്ടറ്റ് നിർബന്ധം. ഫോൺ 9995517623. പാറത്തോട് പഞ്ചായത്തിലെ 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭിന്നശേഷി ഗ്രാമസഭ ബുധനാഴ്ച രാവിലെ 10:30 വെളിച്ചാനി സെന്റ് തോമസ് ചർച്ച് പാരിഷ് ഹാളിൽ നടക്കും.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെത്രാപ്പൊലീത്തമാർക്കെതിരെ മോശം പരാമർശം. മന്ത്രി സജി ചെറിയാൻ മാപ്പു പറയണമെന്ന് മോൻസ് ജോസഫ് MLA. സാംസ്കാരിക മന്ത്രി സംസ്കാരമില്ലാത്ത പ്രസ്താവന നടത്തിയെന്നും മോൻസ്. തിരുവാർപ്പ് അംബേദ്കർ കോളനിയിൽ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ നടപ്പാലം. ഗർഡറുകളിൽ വാർക്കത്തകിട് കെട്ടിവെച്ച് പാലം പണിതു. വീബോർഡ് തകർന്നു വീണ് സമീപവാസിക്ക് പരിക്ക്. വാഴൂർ വെട്ടിക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവം. വെള്ളിയാഴ്ച വരെ ഉത്സവ ബലി ചടങ്ങുകൾ. ഞായറാഴ്ച ആറാട്ട് ഉത്സവം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.